ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് യാത്ര പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ബോച്ചേൻ്റെ ഫാം ഹൗസിലേക്ക് പോവാണ്. ബോച്ചേൻ്റെ കാറിലാണ്, വാഗണാണ്. നമ്മൾ അമ്മയെ ഇവിടെ പിക്കാനായിട്ട് വന്നതാണ്. ബോച്ചേട്ടൻ്റെ അമ്മ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പരപ്പംകോട് നമ്മുടെ ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ ഈ യാത്രയിൽ അമ്മയും കൂടി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡ്സിൽ അമ്മയും കൂടി വരാറുണ്ട് ബോച്ചേട്ടൻ്റെ അമ്മ. അപ്പോൾ അമ്മയായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അമ്മയെ വിളിക്കാനായിട്ട് ബോച്ചേട്ടൻ ഇറങ്ങി ഞാനും കൂടിയാണ്. ഓക്കെ, മേളിൽ നിന്ന് അമ്മയെ കൂടി വിളിച്ചിട്ട് വരാം. ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നു വീണ്ടും. അപ്പോൾ ഇനി 2 ദിവസം ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ട് 2 ദിവസം നിന്നിട്ട് വിഷ്ണു അനുമൊക്കെ നാളെ വരും രാവിലെ. ഇന്ന് അവർക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും ബോച്ചേട്ടനും കൂടെ വന്നു. ഓക്കെ, അപ്പോൾ ഒരു പുതിയ സ്ഥലം നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച നമ്മളുടെ ബോച്ചേട്ടൻ്റെ ഫേവറേറ്റ് പ്ലേസായ ഫാം ഹൗസ് പരപ്പംകോട്ട് എത്തിക്കഴിഞ്ഞു. പുറത്തതേ ക്ഷേത്രത്തിൻ്റെ നാദസ്വരം ഇതൊക്കെയാണ്. ഇപ്പോൾ സന്ധ്യയായി, അപ്പോൾ അങ്ങനത്തെ ശബ്ദമാണ് ഇവിടെ എല്ലാം. ശബ്ദമുഖരിതം നല്ല രസമാണ്. ഇവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, അതാണ്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എല്ലാം ഞാൻ പകൽ നാളെ കാണിക്കാം. ഇതിപ്പോൾ സന്ധ്യയായല്ലോ. നമ്മൾ വന്ന വഴിയും നമ്മുടെ റബ്ബറും സ്ഥലങ്ങളൊക്കെ താഴേക്കൊക്കെ പോകുമ്പോൾ കാണാമല്ലോ. അവിടെ എല്ലാം വീടുകൾ, അതെല്ലാം കസിൻസിൻ്റെ വീടാണ്. ഫാമിലി ഹൗസിൻ്റെ ആ ഭാഗം ഒക്കെ കാണിക്കാം. ഇഷ്ടപ്പെട്ടു ഫാം ഹൗസിൻ്റെ ഈ ഒരു ആംബിയൻസ്. ഇതൊന്നുമില്ല കേട്ടോ, വീട് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട്. അവിടെയുള്ള വീടുകളിലും എല്ലാ വീട്ടിലൊന്നും ആൾക്കാരില്ല, കസിൻസ് എല്ലാം. ഒരു വീട്ടിൽ ഇന്ന് വരും എന്നാണ് പറഞ്ഞത്, ഒരു കസിൻ സിസ്റ്റർ എത്തും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ നാളെ പകൽ പോകാം. ഓക്കെ, സെറൈൻ അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ദീപാരാധനയുടെ സമയം അവിടെ ഇട്ട് ഉത്സവം നടക്കുകയാണ്, അതിൻ്റെ ഒരു ചെറിയ ശബ്ദമുണ്ട്. അല്ലെങ്കിൽ കൂൾ. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ഇരുട്ട്. പക്ഷികളെല്ലാം കൂടണയുന്ന സമയമായി. ഓക്കെ, അങ്ങനല്ലോ. ഇവിടെയുള്ള മരങ്ങളെല്ലാം ഞാൻ നാളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, വിഷ്ണുവും അനുവും ഇന്ന് രാവിലെയാണ് വരുന്നു പറഞ്ഞു. പക്ഷെ ഇന്നലെ രാത്രി അവർ ലേറ്റായിട്ട് എത്തി. അപ്പോൾ കാറ് ഇവിടെ കൊണ്ടുവന്നു. ഒരു 10-11 മണിയായി അവരെത്തിയപ്പോൾ.
ഇത് ഇങ്ങനെ നമ്മൾ വീടിന് ചുറ്റും നടക്കുമ്പോൾ ഓരോ മുറിയിലേക്കും കയറാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അനിയാണ് ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും റബ്ബർ വെട്ടുന്നതും, അങ്ങനെ ഇവിടുത്തെ ടോട്ടൽ വർക്ക്. ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രാവിലത്തെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ നടക്കുന്നു. ജാമ്പയാണ് നിറച്ച് പൂത്ത് നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പൂക്കും, താഴെ പൊഴിഞ്ഞു വീഴും. ചിലപ്പോൾ കുറേ ഇവിടെ പറിക്കാനൊന്നും ആരുമില്ലല്ലോ, അതുകൊണ്ട് കുറേ ജാമ്പയ്ക്ക വേസ്റ്റായി പോയി എന്നാണ് പറയുന്നത്. കണ്ടോ, നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ജാമ്പ മരമാണിത്, അത് നല്ലതാണ്. പിന്നെ ഇത് ഓൾ സ്പൈസസ് നമ്മുടെ മുള്ളീസ് ഗാർഡനിലുള്ളതാണ്. പക്ഷേ അത് നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് പക്ഷേ നോക്കിയേ, അത് നമ്മുടെ കിളിയുടെ വീട്ടിനകത്താണ് ഓൾ സ്പൈസ് നിൽക്കുന്നത്. ഇത് നോക്കിയാൽ വലിയ മരമായിട്ട് വളർന്ന് ഇത്രയും വലുതാവും കേട്ടോ. അത് ഇവിടെ തറയിൽ നിൽക്കുന്നുണ്ട്. ഓൾ സ്പൈസിൻ്റെ മരം ബിഗ്. അപ്പോൾ ഇത് നമുക്ക് ഇറച്ചിക്കറിയിലൊക്കെ ഇടാൻ പറ്റിയ കാര്യമാണ്. അതെ, നല്ല മണമാണ്. ഓക്കെ, കറിവേപ്പിലയുണ്ട്. ഫ്രഷ് കറിവേപ്പില വേണമെങ്കിൽ പറിക്കാം. ഇതും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ കറിവേപ്പില. ഇത് മറ്റൊരു ജാമ്പയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കായ്ക്കുന്ന സമയത്ത് നിറച്ച് കായ, താഴെ പൊഴിഞ്ഞ് കിടക്കും. ഇത് 2 കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, 2. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതെല്ലാം ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ ഇതിൽ വള്ളിപ്പടർപ്പായിട്ട് ഈ റബ്ബറിലേക്കാണ് കയറി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാം ഹൗസ് വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഷെയർ ചെയ്യാനല്ല. ഇത് രാവിലത്തെ കുറച്ച് കാഴ്ചകൾ. അലോവേറ ചട്ടിയിൽ നട്ട് വെച്ചിരിക്കുന്നത് നോക്കി. ഇത് നമ്മുടെ പുളിമരം, ഫ്രണ്ടിൽ തന്നെ പുളിന്. ഇത് സപ്പോട്ട, ഒക്കെ ഫ്രൂട്ട് ട്രീസാ. സപ്പോട്ട കായ ഉണ്ടോ? അയ്യോ, വല നോക്കട്ടെ. ഒരു ചെറുത് നിൽക്കുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അതൊക്കെ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി, കുറച്ചൊക്കെ പറിച്ചു. അങ്ങനെ ഇത് നന്നായിട്ട് കായ്ക്കുന്ന മരം. അമ്മയും ഉപയോഗിച്ചതിന് വെളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വിഷ്ണു ഇവിടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. അനിക്കുട്ടിയുടെ പവിലയുടെ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബൊട്ടീക്കിൻ്റെ. വിഷ്ണു ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ലോ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട് പാർട്ട് ടൈമായിട്ട്. അതുകൊണ്ട് PhD കൂടെ തന്നെ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കൂടുതൽ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിപ്പിക്കാം. അപ്പോൾ കൊച്ചിയിൽ പോകുമ്പോഴും റിസർച്ച് വർക്കിന് പോകുമ്പോഴും അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാം. ഇന്ന് ക്ലാസ് ടൈമാണ്, അതുകൊണ്ട് അധികം ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഭൂചേട്ടൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അനി. എന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബർ ടാപ്പ് രാവിലെ 7 മണിക്ക് ടാപ്പ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു ടാപ്പിങ്ങിൻ്റെ പരിപാടിയാണ്. അതിൻ്റെ 10 മണി വരെ ഇതിങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്നത് കാണും. അപ്പോൾ ഈ ചിരട്ടയിൽ എത്ര കിട്ടും? 900. അപ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗം വരുമോ? ഓ, അത് ശരി. ഓക്കെ. മഴ സമയത്താണെങ്കിൽ നിറയും, കൂടുതൽ വരും. മഴ സമയത്താണോ കൂടുതൽ ഇത് കിട്ടുന്നത്? ഓക്കെ, കുറച്ചുകൂടെ ബെറ്ററാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എല്ലാ റബ്ബറിലും ഈ പണി രാവിലെ കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ കളക്ട് ചെയ്യും. രസമല്ലേ, ഇൻട്രസ്റ്റിംഗ്. അനിയാണ് ഇത് ടാപ്പിങ്ങും എല്ലാം. അനിയും അനിയുടെ കൂടെ 1-2 ആൾക്കാരുണ്ടാവും. അവരാണ് ടാപ്പിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോബിച്ചേട്ടൻ്റെ ഫാം ഹൗസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ റബ്ബറാണ് ഈ സൈഡിലെല്ലാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് വാഴയൊക്കെ, ഒരുപാട് വാഴയും വേറെയും കുറേ സാധനങ്ങൾ നട്ടിരുന്നു. പക്ഷേ ഇവിടെ പന്നിയുടെ ശല്യം ഭീകരമാണ്. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനെന്തായാലും വില്ലേജ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ നോക്കി, കുട്ടി ഒരേ സമയം 3 എണ്ണം. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നടപ്പിച്ചാൽ എനിക്കിരിക്കാൻ സീറ്റ് റെഡി. ഇത് നോക്കിയേ, ഇത് റംബുട്ടാനാണ്. റംബുട്ടാൻ പൂത്തു തുടങ്ങി.
പൂത്ത് തുടങ്ങി. ഓക്കെ, നിറച്ച് പൂവുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു മരമാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇത് ഈ മരത്തിലെ പൂക്കൾ കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കായാകും. നമ്മളിച്ചിരി ഏളിയായിപ്പോയി, അത് കാരണമാണ് കാ കാണാൻ പറ്റുന്നത്. ഇത് രണ്ടാമത്തെ റംബൂട്ടാൻ. ഇപ്പോൾ 2 റംബൂട്ടാൻ, നെല്ലി, ഇവിടെ കുറേ ഫ്രൂട്ട് ട്രീസ് ഉണ്ട്, മാവ്. ഇതും വന്ന് വീണ് കിടക്കുന്നതാണല്ലേ റബ്ബറിന്? ഇതെങ്ങനെ ഒടിഞ്ഞു വീഴുന്നത്? കാറ്റത്ത് ഇത് ഉണക്കയല്ലേ? ഉണക്കയാണ്. ഇതിനെ മുറിച്ച് നമ്മൾ വറകാക്കുന്നു. അപ്പം എനിക്ക് അടുപ്പ് കൂട്ടാനുള്ള വിറക് കിട്ടും. അങ്ങനെ ഇനി കളക്റ്റിങ് ഫയർവുഡ്. ഇതെല്ലാത്തിലും റബ്ബർ പാല് വീഴുന്ന കാഴ്ച. ഇനിയിപ്പോൾ അടുപ്പ് കൂട്ടി കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. പുട്ടുണ്ടാക്കണം, പിന്നെന്താ മുട്ട റോസ്റ്റ്. കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. കുറച്ച് കാര്യമായിട്ടിരിക്കട്ടെ വെച്ച് പയർ പുഴുങ്ങി വെച്ചിട്ട് ഞാൻ കുക്കറിൽ അകത്തടുപ്പിൽ വെച്ചു. പിന്നെന്താ പപ്പടം കാച്ചാം, മതി. ഏത്തപ്പഴം നെയ്യിൽ ഫ്രൈ ചെയ്യാം. ചെറുപയർ കറിക്ക് വേണ്ടിയിട്ട് 5 വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഒരു ചതുര കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കുന്നു. അടുപ്പ് കത്തിച്ച് തുടങ്ങി. ബോബി ചേട്ടൻ തന്നെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ വില്ലേജ് കുക്കിങ്ങിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. കുറച്ച് വാഴയില വേണം. അത് വെട്ടാനായിട്ട് നമ്മുടെ വാഴകളുടെ ഇടയിലേക്കൊന്ന് പോകാം. നല്ല നീളമുള്ള ഒരൊറ്റ വലിയ ഇല തന്നെ മുറിച്ചെടുക്കുകയാണ്. പുട്ടുണ്ടാക്കാനായിട്ട് അനുക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് എന്നെ സഹായിക്കാൻ. അനുക്കുട്ടിക്ക് പുറത്തുള്ള വില്ലേജ് കുക്കിംഗ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കൗതുകത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ 3 കുറ്റിപ്പുട്ടും ഒറ്റ ട്രിപ്പിൽ തന്നെ റെഡിയാകുന്ന ആ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയിലയിലേക്ക് പഞ്ഞി പോലത്തെ പുട്ടിങ്ങനെ കുത്തിയിടുമ്പോൾ കാണാൻ തന്നെ എന്തു ഭംഗിയാണല്ലേ. സോ നൈസ്. ഇതേ അടുപ്പിൽ തീ അണയുന്നതിന് മുന്നേ തന്നെ ചട്ടി വെച്ച് ചൂടാക്കാം. തീ അണയാതിരിക്കാനായിട്ട് വീണ്ടും ഉണക്കക്കമ്പൊക്കെ വീണ്ടും ഒക്കെ വെച്ച് കൊടുത്തിട്ട് കാര്യസ്ഥന് ഇങ്ങനെ എന്നെ നന്നായി സഹായിക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില മരം ഉള്ളതുകൊണ്ട് ആവശ്യാനുസരണം കറിവേപ്പിലയും പറിച്ചെടുക്കാമല്ലോ. എന്തെളുപ്പമല്ലേ. ഇവിടെ ഇങ്ങനെ ചുറ്റും മരങ്ങളായതുകൊണ്ട് സുഖ പരിപാടിയായി. നമ്മുടെ ചട്ടിയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ നല്ല ജീരകം എല്ലാം പൊട്ടി തുടങ്ങി. ആവശ്യാനുസരണം കറിവേപ്പില, ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് പിളർന്നത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കും. ഇനി 1 സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. നിറം മാറി തുടങ്ങി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറച്ച എടുക്കുക പിരിയൻ മുളക് പൊടി, കുമിച്ച് വഴറ്റി മൂപ്പിക്കാം. നല്ല ചൂടായി കിടക്കുകയല്ലേ പാത്രമൊക്കെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, ഇത് ഏകദേശം ഒരു 3 കപ്പോളം ഉണ്ട്. വെന്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കട്ടെ. 2 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കും.
അപ്പോൾ ആവശ്യത്തിന് തിളയെല്ലാം വന്നു കഴിഞ്ഞു. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ സൂപ്പർ കോംബോ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പുട്ടും പയറുകറിയും റെഡി. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു മുട്ട റോസ്റ്റും കൂടി വരുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. 4 സവാള ഹാഫ് സ്ലൈസസ്. വീണ്ടും ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് മുറിച്ചിടാം, ആവശ്യാനുസരണം കറിവേപ്പില, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർക്കുന്നു. നന്നായി വഴറ്റി മൂപ്പിക്കാം. 2 പച്ചമുളക് മുറിച്ചതും ചേർക്കാം. അരിഞ്ഞ് വെച്ച 4 സവാള സ്ലൈസസ് ചേർക്കാം. നന്നായി വഴറ്റി മൂപ്പിക്കാം. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയല്ലോ. ഇനി 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഉപ്പും ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ നിറച്ച് കുമിച്ചെടുക്കുകയാണെങ്കിൽ പിരിയൻ മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും ചേർക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുന്നു. വീണ്ടും കുറച്ച് വെള്ളം വേണം, 2 പ്രാവശ്യമായിട്ട് ചേർക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം. ഇപ്പോഴത്തേ നോക്കിയ ഒരു കുറുകിയ മസാല റെഡി ആയിട്ടില്ലേ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട വരഞ്ഞത് 6 എണ്ണം അതും ചേർക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില. ഇനി നന്നായി ഒന്ന് വഴറ്റി. ഇത് നോക്കി മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം, മുട്ടയിൽ ഇങ്ങനെ കവേർഡായിട്ടിരിക്കുന്നു. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സത്യം പറഞ്ഞ് ഇച്ചിരി താമസിച്ചു. പുറത്തിട്ടല്ലേ ഉണ്ടാക്കുന്നേ വിറകടുപ്പിൽ, അപ്പം ഇച്ചിരി ഡിലേ വന്നിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. ബോബി ചേട്ടനും അമ്മയൊക്കെ വളരെ ഹാപ്പിയാണ്. ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. പപ്പടവും കൂടി പെട്ടെന്ന് തന്നെ ഞാൻ കാച്ചിയെടുത്ത് എല്ലാവർക്കും സെർവ് ചെയ്യുന്നു. ബോബി ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിച്ചു തീർത്തു. അനിയുമായി വളരെ സീരിയസ് ഡിസ്കഷനിലാണ്. കണക്കൊക്കെ നോക്കുകയാണെന്ന് തോന്നുന്നു. ഞാനും അനിക്കുട്ടിയും വളരെ റിലാക്സ്ഡ് ആയിട്ട് രണ്ടാമതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അനിക്കുട്ടിയുടെ പ്ലേറ്റിലേക്ക് നല്ല സോഫ്റ്റ് പുട്ടും മുട്ട റോസ്റ്റും പയറുകറിയും പപ്പടവും ഒക്കെ ഞാൻ വിളമ്പി കൊടുക്കുകയാണ്. അനിക്കുട്ടിക്ക് ഈ കോംബോ വലിയ ഇഷ്ടമാണ്. എല്ലാം നന്നായി ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊരു നല്ലൊരു കാഴ്ചയല്ലേ. എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഞാൻ ലഞ്ചും ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും ഇനി അടുത്ത ലഞ്ചാണ് കഴിക്കാനുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയില്ല, അത് കാരണം അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇന്ന് വൈകുന്നേരം രാത്രി വിഷ്ണുവിൻ്റെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. നമ്മുടെ ഊളൻസ് ഗ്യാങ് വരുന്നുണ്ട്. കുട്ടനും ഈച്ചിപ്പാൻ പിന്നെ എല്ലാ പിള്ളേരും വരുന്നുണ്ട്. ഓക്കെ, ഗണേഷ് എല്ലാവരും. അപ്പോൾ അവർക്ക് ഒരു ട്രീറ്റ് കൊടുക്കുകയാണ്. കാരണം കുട്ടന് ജോലി കിട്ടി. ക്യാൻഫിൻ ഹോംസിൽ ഒരു ലീഗൽ ഓഫീസറായിട്ട് പോസ്റ്റിംഗ് ആയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ട്രീറ്റ് കൊടുക്കണം. അപ്പോൾ അത് ഇവിടെ വെച്ച് തന്നെ ആകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും വൈകുന്നേരം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇന്നത്തെ ഇനി ബാക്കി പരിപാടി. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കുളിക്കണം. കുളിച്ച് വൃത്തിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ചുറ്റുമുള്ള ഗ്രാമക്കാഴ്ചകൾ, അതായത് നമ്മുടെ കൃഷി സ്ഥലങ്ങളും കുളവും ഒക്കെ കാണണ്ടേ, അതുമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് 1-2 വീഡിയോസിലായിട്ടായിരിക്കും ഇതെല്ലാം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോയിച്ചേട്ടനെ കാണാൻ കിട്ടാത്ത ആൾക്കാർക്ക് ബോയിച്ചേട്ടനെ കണ്ടല്ലോ. പിന്നെ എൻ്റെ അമ്മയെ കണ്ടു, ബോയിച്ചേട്ടൻ്റെ അമ്മയെ കണ്ടു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 ദിവസത്തെ സ്റ്റേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇന്നും നാളെ. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇവൻറ്റ്ഫുള്ളാണ് രാത്രിത്തെ പരിപാടിയൊക്കെ. ഇനി നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഫ്രൈഡേ നൈറ്റാണ് എത്തിയത്, ദാറ്റ് ഈസ് യെസ്റ്റർഡേ നൈറ്റ്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഞാൻ ഈ കുളിക്കാനൊക്കെ പോകണു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.